എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഒരുമിച്ച് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് നമ്മുടെ സെക്ഷന്റെ അടുത്തൊരു പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് ആദ്യത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പുല്ലിംഗ ശബ്ദങ്ങളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും. ഓക്കെ ആണല്ലോ? അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, കുറച്ച് പുല്ലിംഗ ശബ്ദങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പുല്ലിംഗം ഞാൻ പറയും. സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ എല്ലാത്തിലും മിക്കവാറും പുല്ലിംഗ ശബ്ദത്തോട് ഈ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമായി. അതല്ലാതെ വ്യത്യസ്തമായിട്ട് വരുന്നതുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി എല്ലാം തന്നെ ക എന്നുള്ളത് കീ ആയി കഴിഞ്ഞാൽ എന്തായി? അത് സ്ത്രീലിംഗ ശബ്ദമായി. ചിലതിൽ മാത്രമാണ് വ്യത്യാസമുള്ള വാക്കുകൾ വരുള്ളൂ. അത് ഞാൻ എടുത്ത് പറയാം. അപ്പം നിങ്ങൾ അതൊന്ന് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യത്തേത് ആൺകുട്ടി. ആൺകുട്ടി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ബോയ് എന്നാണ് പറയുക, അല്ലേ? ബോയ് എന്നാണ് പറയുക. ഹിന്ദിയിൽ ലഡുക്ക. ഓക്കെ, ലഡുക്ക. അപ്പോൾ ലഡുക്ക എന്നുള്ളത് ഹിന്ദിയിലുള്ളത് സ്ത്രീലിംഗ ശബ്ദമാകുമ്പോൾ എന്താവും? ലഡുക്കി എന്നാവും. അപ്പോൾ പെൺകുട്ടീനെ എന്താവും? ലഡുക്കി ആവും. ഓക്കെ, അപ്പോൾ ഇത് പുല്ലിംഗ ശബ്ദമാണ് ഞാൻ പറയുന്നത്. സ്ത്രീലിംഗം വരുന്നത് കീ ആണ്. അപ്പോൾ അത് വള്ളി മാത്രം ഇട്ടാൽ മതി, അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസേ വരുള്ളൂ. അതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ അല്ലാത്തത് വരുന്നത് ഞാൻ പറയാം. അതൊന്ന് ബ്രാക്കറ്റിൽ എഴുതിയിടുക. ഓക്കെ, അപ്പോൾ ആൺകുട്ടി ബോയ്, ലഡുക്ക. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ലഡുക്കി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ്? ബോയിന് പകരം ഗേൾ ആണ് വരിക. ഓക്കെ ആണല്ലോ? അടുത്തത് പുത്രൻ. പുത്രൻ സണ്ണ്, അല്ലേ? പുത്രൻ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? സണ്ണാണ് വരിക. ഹിന്ദിയിൽ പുത്ര. ഓക്കെ, പുത്ര. അപ്പോൾ പുത്രൻ, സൺ, പുത്ര. അപ്പോൾ മലയാളത്തിൽ എന്താണ് സ്ത്രീലിംഗ ശബ്ദം എന്താണ് വരിക? മലയാളത്തിൽ പുത്രി, അല്ലേ? പുത്രി. സൺ എന്നുള്ളത് എന്താവും? ഡോട്ടർ എന്നാവും. ഹിന്ദിയിൽ എന്താണ്? പുത്രി എന്നാവും, അല്ലേ? പുത്രി എന്നാവും. അടുത്തത് മകൻ. മകൻ എന്നുള്ളതിന് സണ്ണാണ്, അല്ലേ? സണ്ണ് തന്നെയാണ് മകൻ എന്നുള്ളതിന് പറയാം. ബേട്ട. അപ്പോൾ പുത്രൻ, പുത്ര എന്ന് പറയുന്നതും ബേട്ട എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ പുല്ലിംഗ ശബ്ദവും എടുത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, മകൻ. മകൻ എന്നുള്ളതിന് സണ്ണ് എന്ന് തന്നെയാണ് പറയുക. ബേട്ട. അപ്പോൾ മകൾ എന്നുള്ളതിന് എന്താണ് പറയുക? ബേട്ടി, അല്ലേ? ബേട്ടി എന്ന് പറയും. ദെൻ അടുത്തത് നോക്കുക, അമ്മാവൻ. അമ്മാവൻ എന്നുള്ളതിന് എന്താണ്? അങ്കിൾ, അല്ലേ? അങ്കിൾ എന്നാണ് പറയുന്നത്. മാമ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? മാമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്തായിരിക്കും? മാമി. ഓക്കെ, ലഡുക്ക ലഡുക്കി ആവും. പുത്ര പുത്രി ആകും. ബേട്ട ബേട്ടി എന്നാകും. മാമ എന്നുള്ളത് എന്താവും? മാമി എന്നാവും. ഓക്കെ, അപ്പോൾ അമ്മാവൻ, അങ്കിൾ, മാമ. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? അമ്മാവൻ്റെ അമ്മായി അല്ലെങ്കിൽ അമ്മാവി എന്ന് പറയും. അങ്കിൾ എന്നുള്ളത് ആൻറ്റി ആയിട്ട് മാറും. മാമ എന്നുള്ളത് മാമി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ലിംഗമാണ് എഴുതുന്നത്. നിങ്ങൾ അതിൻ്റെ സ്ത്രീലിംഗം കൂടെ ഇതുപോലെ എഴുതി വെക്കുക കേട്ടോ. അടുത്തത് നോക്കുക, ആൺകുതിര. പുല്ലിംഗ ശബ്ദം ആയതുകൊണ്ടാണ് ആൺകുതിര എന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൺകുതിര എന്ന് പറയുമ്പോൾ മെയിൽ ഹോഴ്സ്, അല്ലേ? അപ്പോൾ പെൺകുതിരയാണെങ്കിലോ ഫീമെയിൽ ഹോഴ്സ് എന്ന് എഴുതാം. അപ്പോൾ മെയിൽ ഹോഴ്സ് ആണ് ആൺകുതിര. ഘോഡ എന്നാണ് പറയുന്നത് കേട്ടോ. ഹിന്ദിയിൽ എന്താണ് കുതിരനെ പറയുന്നത്? ഘോഡ. ഇനി പെൺകുതിരയാണെങ്കിലോ ഘോഡി. ഓക്കെ, ഈ എന്ന് പറയുന്ന ശബ്ദം അവിടെ വരും. ഓക്കെ, അപ്പം ഘോഡ. ആൺകുതിര, മെയിൽ ഹോഴ്സ്, ഘോഡ. കിട്ടിയല്ലോ? അടുത്തത് മുത്തശ്ശൻ. മുത്തശ്ശൻ എന്നുള്ളതിന് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഹിന്ദിയിൽ എന്താണ്? ദാദ. അതെല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ, ദാദ. ഇനി അത് സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലോ ഇവിടെ മുത്തശ്ശി എന്ന് വരും. ഇവിടെ ഗ്രാൻഡ് മദർ എന്നാവും. ദാദ എന്നുള്ളത് എന്തായിട്ട് മാറും? ദാദി. ഓക്കെ, അപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ത്രീലിംഗ ശബ്ദം അടുത്തൊരു പേജിൽ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ, ദാദ. അപ്പോൾ സ്ത്രീലിംഗമാണെങ്കിൽ മുത്തശ്ശി, ഗ്രാൻഡ് മദർ, ദാദി. കിട്ടിയല്ലോ? അടുത്തത് രാജാവ്. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? കിങ് എന്നാണ് പറയുന്നത്, അല്ലേ? കിങ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ രാജ, രാജ. ഇനി ഇതിൻ്റെ സ്ത്രീലിംഗം ആക്കുമ്പോൾ രാജാവ് എന്നുള്ളത് രാജ്ഞിയായിട്ട് മാറും. കിങ് എന്നുള്ളത് ക്വീൻ ആയിട്ട് മാറും. രാജ എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറും? റാണി എന്നായിട്ട് മാറും, അല്ലേ? റാണി എന്നായിട്ട് മാറും. ഓക്കെ, കിട്ടിയല്ലോ? ഒന്നുകൂടെ പറയാം. ആൺകുട്ടി ബോയ്, ലഡുക്ക. അപ്പോൾ അതിന് സ്ത്രീലിംഗം ആക്കുമ്പോൾ എന്തായിട്ട് മാറും? പെൺകുട്ടി ഗേൾ, ലഡുക്കി. ഓക്കെ, പുത്രൻ സൺ, പുത്ര. അപ്പോൾ പുത്രി, അല്ലേ? സൺ എന്നുള്ളത് ഡോട്ടർ ആയിട്ട് മാറും. പുത്ര പുത്രി ആയിട്ട് മാറും.
അടുത്തത് മകൻ, മകൻ സണ്ണ് തന്നെയാണ്, ബേട്ട. അപ്പോൾ മകൾ എന്നുള്ളതിന് എന്താണ് പറയുക? ഡോട്ടർ, ബേട്ടി എന്നായിട്ട് മാറും. ദെൻ അമ്മാവൻ, അമ്മാവൻ എന്നുള്ളതിന് അങ്കിൾ, ഹിന്ദിയിൽ മാമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ അമ്മാവി, ആൻറ്റി, മാമി. ഓക്കെ. ദെൻ ആൺകുതിര, മെയിൽ ഹോഴ്സ്, ഘോഡ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കുതിരേനെ ഘോഡ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ത്രീലിംഗ ശബ്ദമായിട്ട് മാറുമ്പോൾ പെൺകുതിര, ഫീമെയിൽ ഹോഴ്സ്, ഘോഡി എന്നായിട്ട് മാറും. ഓക്കെ. അടുത്ത മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ദാദ എന്നാണ് പറയുന്നത്. ദെൻ അത് സ്ത്രീലിംഗ ശബ്ദമാകുമ്പോൾ മുത്തശ്ശി, ഗ്രാൻഡ് മദർ, ദാദി. കിട്ടിയോ? ദെൻ രാജാവ്, കിങ്, രാജ. സ്ത്രീലിംഗ ശബ്ദമാകുമ്പോൾ രാജ്ഞി, ഓക്കെ, ക്വീൻ, റാണി. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയില്ലേ? അടുത്ത വേർഡ്സ് നോക്കാം. അടുത്തത് നോക്കുക, എലി. എലി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? റാറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? റാറ്റ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ചൂഹ. എന്താണ്? ചൂഹ എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് ചുഹിയ ആണ് കേട്ടോ. ചുഹിയ. അപ്പം ചൂഹി എന്നല്ല, ആ വ്യത്യാസമുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട്. ചൂഹ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ചുഹിയ എന്നാണ് കേട്ടോ. അപ്പോൾ എലീനെ പറയുന്നത് ചൂഹ, സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ചുഹിയ. ഓക്കെ. അപ്പോൾ എലി, റാറ്റ്, ചൂഹ, സ്ത്രീലിംഗ ശബ്ദം ചുഹിയ. ഓക്കെ. അടുത്തത് വൃദ്ധൻ. വൃദ്ധൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഓൾഡ് മാൻ എന്നാണ് പറയുക അല്ലേ? ഓൾഡ് മാൻ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബൂഢ എന്നാണ് പറയുന്നത്. വൃദ്ധനെ എന്താണ് പറയുന്നത്? ബൂഢ. അപ്പോൾ വൃദ്ധ എന്നുള്ളതിന് എന്താ പറയുക? അല്ലെങ്കിൽ ഓൾഡ് വുമൺ എന്നുള്ളതിന് എന്താണ് പറയുന്നത്? ബുഢിയ. ഓക്കെ, ബുഢിയ. ബൂഢ, ബുഢിയ ആണ് കേട്ടോ സ്ത്രീലിംഗ ശബ്ദം. അപ്പോൾ വൃദ്ധൻ, ഓൾഡ് മാൻ, ബൂഢ. ഓക്കെ. സ്ത്രീലിംഗം ആകുമ്പോൾ വൃദ്ധ, ഓൾഡ് വുമൺ, ബുഢിയ എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കുക, വേലക്കാരൻ. വേലക്കാരൻ എന്ന് പറയുമ്പോഴത്തേനും സെർവൻറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ നൗക്കർ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? നൗക്കർ എന്നാണ് പറയുന്നത് കേട്ടോ. വേലക്കാരൻ അല്ലെങ്കിൽ സെർവൻറ്റ് എന്നുള്ളതിനെ പറയുന്നത് എന്താ? നൗക്കർ എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വേലക്കാരി എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? നൗക്കറാണി എന്നാണ് പറയുന്നത്. എന്താണ്? നൗക്കറാണി. നൗക്കർ വേലക്കാരൻ, നൗക്കറാണി വേലക്കാരി. ഓക്കെ. അടുത്തത് പണ്ഡിതൻ. പണ്ഡിതൻ, സ്കോളർ. ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം അല്ലേ? പണ്ഡിതൻ എന്ന് പറയുന്നതിന് സ്കോളർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ പണ്ഡിത്. എന്താണ്? പണ്ഡിത്. ഇനി അത് സ്ത്രീലിംഗ ശബ്ദമാകുമ്പോഴോ പണ്ഡിതാനി. എന്താണ്? പണ്ഡിതാനി എന്നാണ് പറയുന്നത്. പണ്ഡിതൻ, സ്കോളർ, പണ്ഡിത്. സ്ത്രീലിംഗ ശബ്ദം പണ്ഡിതാനി. കിട്ടിയോ? അടുത്തത് അലക്കുകാരൻ. അലക്കുകാരൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ലോണ്ട്രി അല്ലേ? എല്ലാവർക്കും അറിയാം ലോണ്ട്രി ആണ്. ധോബി കേട്ടോ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ധോബി എന്നാണ് പറയുന്നത്. ധോബി. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? അലക്കുകാരി എന്ന് പറയാനായിട്ട് ധോബിൻ എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ധോബിൻ, ധോബി, ധോബിൻ. കിട്ടിയോ? അലക്കുകാരൻ ലോണ്ട്രി, ധോബി. അലക്കുകാരൻ ധോബി, അലക്കുകാരി എന്നാണെങ്കിൽ ധോബിൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് പൂവൻ കോഴി. നമ്മൾ പുല്ലിംഗവും സ്ത്രീലിംഗവും ശബ്ദം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നത്. പൂവൻ കോഴി. പൂവൻ കോഴി എന്നുള്ളതിന് റൂസ്റ്റർ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? റൂസ്റ്റർ. ഓക്കെ. പൂവൻ കോഴി, റൂസ്റ്റർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ മൂർഗ. ഓക്കെ, മൂർഗ. അപ്പോൾ പിടക്കോഴി എന്നുള്ളതിന് എന്താണ് പറയുന്നത്? മൂർഗി. ഓക്കെ. സ്ത്രീലിംഗ ശബ്ദം വരുന്നത് എന്താണ്? മൂർഗി എന്നാണ് വരുന്നത് കേട്ടോ. പൂവൻ കോഴി, റൂസ്റ്റർ, മൂർഗ. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മൂർഗി എന്നാണ് വരുന്നത്. ഓക്കെ, കിട്ടിയോ? എലി, റാറ്റ്, ചൂഹ. സ്ത്രീലിംഗ ശബ്ദം ചുഹിയ. വൃദ്ധൻ, ഓൾഡ് മാൻ, ബൂഢ. സ്ത്രീലിംഗ ശബ്ദം ബുഢിയ. ഓക്കെ, വൃദ്ധ. വേലക്കാരൻ, സെർവൻറ്റ്, നൗക്കർ. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? നൗക്കറാണി. പണ്ഡിതൻ, സ്കോളർ, പണ്ഡിത്. സ്ത്രീലിംഗ ശബ്ദം പണ്ഡിതാനി. അലക്കുകാരൻ, ലോണ്ട്രി, ധോബി. സ്ത്രീലിംഗ ശബ്ദം ധോബിൻ. പൂവൻ കോഴി, റൂസ്റ്റർ, മൂർഗ. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മൂർഗി. അടുത്തത് നോക്കുക, ആൺസിംഹം. ആൺസിംഹം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ദ ലയൺ എന്നാണ് കേട്ടോ. ആൺസിംഹം എന്നുള്ളതിന് ദ ലയൺ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ്? ഷേർ. ഓക്കെ, സിംഹത്തിന് എന്താണ് പറയുന്നത്? ഷേർ എന്നാണ്. പെൺസിംഹം ആണെങ്കിലോ ഷേർനി. ഓക്കെ, എന്താണ്? ഷേർനി. പെൺസിംഹം ഷേർനി ആണ് കേട്ടോ. ആൺസിംഹം ദ ലയൺ, ഷേർ. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഷേർനി.
അടുത്തത് ആൺ ഒട്ടകം. ആൺ ഒട്ടകം പുല്ലിംഗോ സ്ത്രീലിംഗോ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. ആൺ ഒട്ടകം മെയിൽ ക്യാമൽ. ഹിന്ദിയിൽ പറയുന്നത് ഊണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മെയിൽ ക്യാമൽ ഊണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഊണ്ഠിനി. പെണ്ണൊട്ടകത്തിനെ ഊണ്ഠിനി. ഓക്കെ, അപ്പൊ ആൺ ഒട്ടകം മെയിൽ ക്യാമൽ ഊണ്ട്. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഊണ്ഠിനി. ഓക്കെ, അടുത്തത് ആൺമയിൽ. ആൺമയിൽ എന്നുള്ളത് മെയിൽ പീകോക്ക്. ഓക്കെ, മെയിൽ പീകോക്ക്. മോർ. എന്താണ്? മോർ. മോർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മോർനി. ഓക്കെ, എന്താണ്? മോർനി. അടുത്ത അച്ഛൻ. അച്ഛൻ എന്നുള്ളത് നമുക്കറിയാം ഫാദർ ആണ്. ഹിന്ദിയിൽ എന്താണ്? പിത. ഓക്കെ, അപ്പൊ അമ്മ എന്നുള്ളതിന് സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ അമ്മ, മദർ. പിത എന്നുള്ളതിന് പോലെ മാത എന്നാണ് സ്ത്രീലിംഗ ശബ്ദം വരിക അല്ലെ. അപ്പൊ അച്ഛൻ, ഫാദർ, പിത. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മാത. ഓക്കെ, അടുത്ത് പുരുഷൻ. പുരുഷൻ എന്ന് പറയുമ്പോൾ മെയിൽ അല്ലെ. പുരുഷൻ മെയിലാണ്. പുരുഷ് ഹിന്ദിയിൽ എന്താണ്? പുരുഷ് എന്നാണ് പറയുന്നത്. സ്ത്രീ അല്ലെ. എൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? സ്ത്രീയാണ്. ആദ്മി എന്നും പറയും. ഓക്കെ, പുരുഷനെ എന്ത് പറയും? ആദ്മി എന്ന് പറയും. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഔരത്ത് എന്നാണ്. പുരുഷ് എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം സ്ത്രീ എന്നാണ്. ആദ്മി എന്ന് പറയുന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഔരത്ത്. ഔരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ പുരുഷൻ മെയിൽ, പുരുഷ്, ആദ്മി. പുരുഷൻ്റെ സ്ത്രീലിംഗ ശബ്ദം സ്ത്രീ, ആദ്മിയുടെ സ്ത്രീലിംഗ ശബ്ദം ഔരത്ത്. ഓക്കെ, അടുത്തത് സഹോദരൻ. സഹോദരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രദർ ആണ്. ബ്രദർ, ഭായി. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഭായി ആണ്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ബഹൻ അല്ലെ. ബഹൻ എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരൻ, ബ്രദർ, ഭായി. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ബഹൻ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ആൺസിംഹം ദ ലയൺ, ഷേർ സ്ത്രീലിംഗ ശബ്ദം ഷേർനി. ആണൊട്ടകം മെയിൽ ക്യാമൽ ഊണ്ട്, ഊണ്ഠിനി. ആൺമയിൽ മെയിൽ പീകോക്ക് മോർ, മോർനി. അച്ഛൻ ഫാദർ, പിത സ്ത്രീലിംഗ ശബ്ദം മാത. പുരുഷൻ മെയിൽ പുരുഷ്, പുരുഷന്റെ സ്ത്രീലിംഗ ശബ്ദം സ്ത്രീ. ആദ്മിയുടെ ഔരത്ത്. സഹോദരൻ ബ്രദർ, ഭായി. ഭായിയുടെ സ്ത്രീലിംഗ ശബ്ദം ബഹൻ. അടുത്തത് നോക്കുക, കവി. കവി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ദി പോയറ്റ് അല്ലെ. ദി പോയറ്റ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ കവി. ഓക്കെ, കവി എന്ന് തന്നെയാണ് പറയുക. സ്ത്രീലിംഗ ശബ്ദം കവയിത്രി. ഓക്കെ, കവയിത്രി. വരൻ. വരൻ എന്നുള്ളതിന് പറയുന്നത് ഗ്രൂം എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഗ്രൂം ആണ് വരൻ. എല്ലാവർക്കും അറിയാം അല്ലെ. ഹിന്ദിയിൽ വർ എന്നാണ് പറയുന്നത് കേട്ടോ. വർ എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. അതിൽ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ വധു. വര്, വധു. ഓക്കെ, കാള. കാള എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ്? ദ ബുള്ളാണ് അല്ലെ. ബുള്ളാണ് കാള. ദി ബുൾ, കാള. ഹിന്ദിയിലെ ബൈലാണ് കേട്ടോ. കാളേനെ എന്താ പറയുക? ബൈൽ. ഓക്കെ, ബുൾ എന്നുള്ളതിന് ബൈൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? പശുവിന് എന്താ പറയുക? ഗായ് അല്ലെ. ഗായ് ആണ് പറയുന്നത്. ദെൻ അയൽക്കാരൻ. അയൽക്കാരൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നെയ്ബർ എന്നാണ് പറയുന്നത് കേട്ടോ. നെയ്ബർ. ഹിന്ദിയിൽ പറയുന്നത് പഡോസി. എന്താണ്? പഡോസി. അയൽക്കാരൻ എന്നുള്ളതിന് പഡോസി. അയൽക്കാരി സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ എന്ത് വരും? പഡോസിൻ. ഓക്കെ, എന്താണ്? പഡോസിൻ. അടുത്തത് നോക്കാം, വിധുരൻ. വിധുരൻ എന്നുള്ളതിനെ വിഡോ എന്നാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ എന്താണ്? വിഡോ എന്നാണ് പറയുക. ഹിന്ദിയിൽ വിധുർ. വിധുർ. സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ വിധവ. ഓക്കെ, വിധുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ മരിച്ച സ്ത്രീ എന്താണ്? സോറി, ഭാര്യ മരിച്ച പുരുഷനെയാണ് വിധുരൻ എന്ന് പറയാം. വിധുരൻ, വിഡോ, വിധുർ. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? വിധവ. ഓക്കെ, ദെൻ ബാലൻ. ബാലൻ എന്ന് പറയുമ്പോൾ ദി ബോയ് ആണ്. ബാലക് എന്നാണ് ഹിന്ദിയിൽ പറയാം. ബാലക്. ബാലകന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താ? ബാലിക. ഓക്കെ, ബാലിക. അടുത്തത് നായകൻ. നായകൻ എന്ന് പറയുമ്പോൾ ദി ഹീറോ. ഓക്കെ, ഹിന്ദിയിൽ എന്താണ്? നായക്. നായക്. സ്ത്രീലിംഗ ശബ്ദം എന്താണ്? നായിക. ഓക്കെ, അടുത്തത് യുവാവ്. യുവാവ് യങ് മാൻ എന്ന് പറയും. ഹിന്ദിയിൽ യുവക് എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം യുവതി. ഓക്കെ, അപ്പോൾ യുവാവ്, യങ് മാൻ, യുവക്, യുവതി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കവി. കവിനെ ദ പോയറ്റ്. കവി സ്ത്രീലിംഗ ശബ്ദം കവയിത്രി. വരൻ ഗ്രൂം, വർ സ്ത്രീലിംഗ ശബ്ദം വധു. കാള ദ ബുൾ, ബൈൽ സ്ത്രീലിംഗ ശബ്ദം ഗായ്. അയൽക്കാരൻ നെയ്ബർ, പഡോസി സ്ത്രീലിംഗ ശബ്ദം പഡോസിൻ. വിധുരൻ വിഡോ, വിധുർ സ്ത്രീലിംഗ ശബ്ദം വിധവ. ബാലൻ ദ ബോയ്, ബാലക് സ്ത്രീലിംഗ ശബ്ദം ബാലിക. നായകൻ ദ ഹീറോ, നായക്, നായിക. യുവാവ് യങ് മാൻ, യുവക് സ്ത്രീലിംഗ ശബ്ദം
യുവതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു നോട്ട് കരുതിയിട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.